ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഒരു പുതിയ ഷോർട്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് നമ്മളെ വഴുതന ചെടിയാണ് കേട്ടോ. എഗ് പ്ലാന്റ് എന്ന് പറയുന്ന ആ പേര് പോലെ തന്നെ എഗ്ഗ് നമ്മളെ മുട്ട നിൽക്കും പോലെ നിൽക്കുന്ന ഒരു തരം വഴുതനങ്ങയാണ് കേട്ടോ. അപ്പോൾ നല്ല വെള്ള കളറാണ്. അപ്പം മുട്ടയാണെന്നേ വിചാരിക്കുള്ളൂ. അത് ഒരുപാട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ചെടിയിൽ തന്നെ ഒരുപാടെണ്ണം ഉണ്ട്. പിന്നെ ഇതിന് ഞാൻ വളം ഇടാനായിട്ട് എല്ലാം തടമൊക്കെ എടുത്തിട്ടേക്കാണ്. പുല്ലൊക്കെ പുഴുത് കളഞ്ഞിട്ട് വളം ഇടാനുള്ള എല്ലാ സെറ്റപ്പും ചെയ്ത് വെച്ച് പിന്നെ വൈകുന്നേരം ആയപ്പോൾ അങ്ങ് മടി പിടിച്ച് മതിയാക്കി. പിന്നെ വേറൊരു ഐറ്റം എന്ന് പറയുന്നത് നമ്മളെ നീളം വഴുതനയാണ് കേട്ടോ. അത് ലൈറ്റ് പച്ച കളറിൽ കുറച്ചുകൂടെ നീളം വയ്ക്കും. ഇതിപ്പം പിഞ്ച് കായാണ്. അപ്പോൾ അതൊരു ഐറ്റം ഉണ്ട്. പിന്നെ ഉള്ളത് നമ്മളെ കത്തിരി എന്ന് വെച്ചാൽ നല്ല ഉണ്ട കത്തിരി, നല്ല വയലറ്റ് കളർ കത്തിരി. അപ്പോൾ ഇത് കുറച്ചുകൂടെ മുന്നേ പിടിച്ചതാണ്, അതാണ് അതിൻ്റെ നിറം ഒന്ന് മാറി നിൽക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ 3 സൈസുണ്ട്. അപ്പോൾ ഇന്നത്തെ ജോലി എന്ന് പറഞ്ഞാൽ നമ്മൾ മൊത്തം പുല്ലൊക്കെ പുഴുത് എല്ലാത്തിൻ്റെയും മൂടൊക്കെ കിളച്ച് ഇതാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് കോഴിവളം ഇരിപ്പുണ്ട്, അതിടണം. അപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് അതിനുള്ള സമയം കിട്ടിയില്ല. അപ്പോൾ ഞാൻ ചുറ്റിയിടുന്നതൊക്കെ ഒന്ന് എല്ലാം വൃത്തിയാക്കി നല്ല അടിപൊളിയാക്കി ഇട്ടിട്ടുണ്ട്. കാരണം പുല്ല് നിന്ന് ഈ വളം ഇടുമ്പോൾ പുല്ലാണ് അത് പിടിച്ച് വലുതാവുന്നത്, നമ്മളെ ചെടി വലുതാവത്തില്ല. അതുകൊണ്ട് ആദ്യം പുല്ല് പുഴുതു, അതിന് ശേഷമാണ് തോണ്ടി എല്ലാം റെഡിയാക്കി ഇട്ടേക്കണം. അപ്പം നാളെ നമുക്ക് വളം ഇടണം. പിന്നെ എന്നത്തെയും പോലെ നമ്മൾ ഞൊട്ടാഞ്ഞൊടിയൻ്റെ അടുത്ത് പോയി. അപ്പോൾ ഇന്നും കുറച്ച് കായൊക്കെ കിട്ടി. അപ്പോൾ അതൊക്കെ പറിച്ച് നമ്മൾ അവിടേക്ക് ഒന്ന് കറങ്ങി പിള്ളേർ അതൊക്കെ കഴിച്ച് അങ്ങനെ പതുക്കെ നമ്മൾ തിരിച്ച് കയറി വന്നു. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെയുള്ള വിശേഷങ്ങൾ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് എല്ലാവരും കാണാവുന്നതാണ്. അപ്പോൾ എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇനിയും മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ കാണുന്നവരെല്ലാം ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. നമുക്ക് ലൈക്കൊക്കെ വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ പുതിയതായിട്ട് തുടങ്ങിയതുകൊണ്ടൊക്കെ ആയിരിക്കും. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയുന്നു. അപ്പോൾ നമ്മളെ കൃഷി വീഡിയോ ആയിട്ട് ഇനി അടുത്തത് കാണാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റ.